നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാനത്തൂരിൽ വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായെ കൊന്നുതിന്നു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. PM ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുവാനാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരളപ്പിറവിക്ക് മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ മറ്റുദ്ദേശങ്ങളില്ലെന്നും മന്ത്രി. കാസർഗോഡ് കുമ്പളയിൽ 1 മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം, സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കാനത്തൂരിൽ വീണ്ടും പുലി ഇറങ്ങി. രാത്രിയോടെ എത്തിയ പുലി വളർത്തുനായെ കൊന്നുതിന്നു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. കാനത്തൂർ പയർപ്പള്ളത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീണ്ടും പുലി ഇറങ്ങിയത്. മുൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ B. രാജന്റെ വളർത്തുനായയെ പുലി കൊന്നുതിന്നു. 3 നായ്ക്കളെയാണ് രാജന്റെ വീട്ടിൽ വളർത്തുന്നത്. ഇവയിൽ 2 കൂട്ടിനകത്തും 1 അല്പം അകലെയുള്ള ഷെഡിലുമാണ് രാത്രിയിൽ കെട്ടിയിടാറുള്ളത്. ഇരുമ്പ് തൂണിലാണ് നായയുടെ ചങ്ങല ബന്ധിച്ചിരുന്നത്. ചങ്ങല കഴുത്തിൽ നിന്ന് ഊരാൻ കഴിയാത്തതിനാൽ അവിടെ വെച്ച് തന്നെ പുലി കൊന്നു തിന്നുകയായിരുന്നു എന്ന് സംശയിക്കുന്നു. ബുധനാഴ്ച രാവിലെ 7:30യോടെയാണ് സംഭവം അറിയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാനത്തൂരിലും പരിസരങ്ങളിലും വീണ്ടും പുലി ഇറങ്ങുന്നത്. 6 മാസം മുൻപ് പ്രദേശത്ത് 2 പുലികൾ കെണിയിൽ അകപ്പെട്ടിരുന്നു. കൂടാതെ കിണറിൽ വീണ ചത്ത നിലയിലും കണ്ടെത്തിയിരുന്നു. ഇതോടെ പുലിശല്യം അവസാനിച്ചെന്ന് കരുതിയതാണ്. എന്നാൽ പുലി വീണ്ടും വീട്ടുമുറ്റങ്ങളിൽ എത്താൻ തുടങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആയില്ലെന്നാണ് വനം വകുപ്പിന്റെ പ്രതികരണം. തിങ്കളാഴ്ച പുലർച്ചെ ഇരിയന്നിപ്പയത്തെ മുൻ അധ്യാപകൻ ഗണപതി ഭട്ടിന്റെ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങുകയായിരുന്ന നായയെ പുലി കൊന്നിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് പയർപ്പള്ളത്തും പുലി ഇറങ്ങിയത്. പുലിയെ പിടികൂടാനുള്ള നടപടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊളത്തൂർ. PM ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുവാനാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. അതിൽ നിന്ന് പിന്മാറേണ്ടതെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ പോകാം. പക്ഷേ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുള്ളത് അറിയില്ല. മുഖ്യമന്ത്രി പറയുന്ന ഒരു സബ് കമ്മിറ്റിയെ വെച്ചു എന്നാണ്. അതിന് സബ് കമ്മിറ്റി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ്. പിന്മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ പിന്മാറിയോ ഇല്ലയോ അവിടെ കത്തുക, അത് ഞാൻ ആ വകുപ്പിൻ്റെ ആളല്ല. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയറാണ്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. കാരണം 2022-23 1071 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊടുത്തത്. അതെല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സ്കൂളുകളെല്ലാം സ്മാർട്ട് സ്കൂളുകളായത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ സ്കൂളുകൾക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ സെൻട്രൽ സിലബസ് അതുള്ള സ്കൂളുകൾ ധാരാളമുണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങോട്ട് കുട്ടികൾ പോകും. മാത്രമല്ല, ഇനി 1-ാം ക്ലാസ് തൊട്ട് മറ്റ് സംസ്ഥാനത്തേക്ക് പോകാനുള്ള പ്രവണതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സെൻട്രൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സർക്കാർ പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഇപ്പം PM ശ്രീയും അതുപോലെ തന്നെ സമഗ്ര ശിക്ഷാ അഭിയാനെല്ലാം ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ഈ നയം നടപ്പിലാക്കിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ഇതുവരെയും അതിവേഗം ഈ NEP നടപ്പിലാക്കിക്കൊണ്ടിരുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ ഗോവയായിരിക്കും ഇതിൻ്റെ മുമ്പിലുള്ളത്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സബ് കമ്മിറ്റിയൊക്കെ വെക്കുന്നത് സർക്കാരിൻ്റെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പ്രതിപക്ഷം പല കാര്യങ്ങളും പറയും, അതിൽ കാര്യമില്ല. കേരളപ്പിറവിക്ക് മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലെന്നും ചിഞ്ചുറാണി കാസർഗോട്ട് പറഞ്ഞു. ഇന്നലത്തെ മന്ത്രിസഭയെ വളരെ കൃത്യതയോടുകൂടിയാണ് പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഇതെല്ലാം പ്രഖ്യാപിച്ചത്. ജനോപകാരപ്രദമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം തോന്നി. കാരണം സാധാരണക്കാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷ ഏറ്റവും നല്ല ഒരു പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തിയത്. അതിനകത്തൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ തുറന്നു പറയുന്നുള്ളൂ. അത് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ, നവംബർ 1 ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. അതെ 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 എല്ലായിടും അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ഇല്ല, പ്രതിപക്ഷത്തിൻ്റെ കാര്യമൊന്നും ഞങ്ങളിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നില്ല. അവരും ഇതിനോട് സഹകരിക്കുന്ന ആൾക്കാരാണ്. അവരും കേരളത്തിലെ ജനവിഭാഗങ്ങളാണ്. അതിൻ്റെ ലീഡേഴ്സ് അവരായിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് കുമ്പളയിൽ 1 മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യ പ്രവർത്തകർ നൽകിയ വിവരത്തെ തുടർന്ന് കുഞ്ഞിനെ നീർച്ചാലിലെ ഒരു വീട്ടിൽ കണ്ടെത്തി. അതേസമയം കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്തുവാനായി സ്വീകരിച്ചതാണെന്നുമാണ് കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീയുടെ മൊഴി. 1 മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി. പോലീസിന്റെ സഹായത്തോടെ ശിശുക്ഷേമ സമിതി നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ നീർച്ചാൽ വില്ലേജിലെ ഒരു വീട്ടിൽ കണ്ടെത്തി. കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും കുമ്പള പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്താനായി സ്വീകരിച്ചതാണെന്നുമാണ് കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീ അധികൃതരോട് വ്യക്തമാക്കിയത്. കുഞ്ഞിനെ തിരികെ നൽകിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഭീഷണി മുഴക്കിയതായും പറയുന്നു. കുമ്പള ടൗണിന് സമീപത്തെ ഒരു യുവതിയുടേതാണ് കുഞ്ഞ്. ഇവരുടെ ആദ്യ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു. ഈ ബന്ധത്തിൽ മക്കളുണ്ട്. ഇതേ തുടർന്ന് ഭാര്യയും മക്കളുമുള്ള ബംഗളൂരുവിലെ ഹോട്ടലിൽ ജീവനക്കാരനായ ഒരാളെ യുവതി വിവാഹം കഴിച്ചിരുന്നു. യുവതിക്ക് ആദ്യ ഭർത്താവിലുണ്ടായ 2 കുട്ടികളും കൂടെയുണ്ടായിരുന്നു. ഈ ബന്ധത്തിൽ യുവതി ഗർഭിണിയാവുകയും 1 മാസം മുൻപ് ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ കുട്ടിയെയാണ് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീക്ക് കൈമാറിയത്. ഇക്കാര്യം കൂടുതൽ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തക യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. മാതാവ് പരുങ്ങുന്നത് കണ്ട് വിശദമായി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കൈമാറിയ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ശിശുക്ഷേമ സമിതിയെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ കണ്ടെത്തിയത്. വളർത്താനായി നൽകിയെന്നാണ് യുവതിയുടെ മൊഴി. കുഞ്ഞിനെ തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു. കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയിട്ടുള്ളത്. അതേസമയം കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമ്പള. ഹോസ്ദുർഗ് ബേക്കൽ സബ് ജില്ലാ കലോത്സവ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. ഹോസ്ദുർഗ് ബേക്കൽ സബ് ജില്ലാ കലോത്സവങ്ങളിൽ സ്റ്റേജിന മത്സരങ്ങൾക്ക് തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ബേക്കൽ സബ് ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആതിഥ്യമരുളുന്നത്. സ്റ്റേജിന മത്സരങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമായി. ഹോസ്ദുർഗ് സബ് ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. അവർക്കെല്ലാം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. കലാപരമായ അവരുടെ കഴിവുകൾ, സാഹിത്യപരമായ അവരുടെ കഴിവുകൾ, അവരുടെ പ്രതിഭ എത്രമാത്രമുണ്ടെന്ന് അവരുടെ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് വേണം നമ്മൾ ഇത്തരം കലോത്സവങ്ങളെ കാണാൻ. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഈ കലോത്സവങ്ങളിലേക്ക് പോകുമ്പോൾ അവർ അവിടെ മിന്നിത്തിളങ്ങി വരുന്ന വലിയ താരങ്ങളായി മാറി വരുന്നത് നമ്മൾ കാണുന്നതാണ്. പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രശസ്ത കവി CM വിനയചന്ദ്രൻ പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായ ശിവദ മോഹന് സുവനീർ നൽകി പ്രകാശനം നിർവഹിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ
പത്മകുമാരി, കോടോംബേളൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയശ്രീ NS, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലത PV, കോടോംബേളൂർ പഞ്ചായത്ത് അംഗം സൂര്യ ഗോപാലൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ R രോഹിൻ രാജ്, അരവിന്ദാക്ഷൻ CV, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ K, പ്രസ് ഫോറം ജോയിന്റ് സെക്രട്ടറി G ശിവദാസൻ, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ കുമാർ വെള്ളുവ, ഹെഡ്മിസ്ട്രസ് ശാന്തകുമാരി C, SMC ചെയർമാൻ ബാബു T, PTA വൈസ് പ്രസിഡന്റ് രമേശൻ K, മദർ PTA പ്രസിഡന്റ് നീതു രാജ്, P ഗോവിന്ദൻ, T കോരൻ, ആത്മജ് P എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ബാബു PM സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ P മോഹനൻ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് സബ് ജില്ലയിലെ 80 സ്കൂളുകളിൽ നിന്ന് 312 ഇനങ്ങളിലായി 4000-ഓളം കുട്ടികൾ പങ്കെടുക്കും. സ്റ്റേജിന മത്സരങ്ങളുടെ ആദ്യ ദിനത്തിൽ കാണികൾക്ക് ആശ്ചര്യം പകരുന്ന തരത്തിലുള്ള പ്രകടനവുമായി വേദിയൊന്നിൽ ഭരതനാട്യം മത്സരം അരങ്ങേറി. മറ്റ് കലാമത്സരങ്ങളും കാണികളിൽ ആവേശമുണർത്തി. കോടോത്ത് ആദ്യമായാണ് സബ് ജില്ലാ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ഉണർവുമായി KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ക്യാമ്പസ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. നവംബർ 3 രാവിലെ 9:30 ബദിയടുക്ക മാനിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യാമ്പസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനമായ KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ക്യാമ്പസാണ് കാസർഗോഡ് മാനിയയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. പുതിയ ക്യാമ്പസിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായി KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്ഥാപനത്തിന് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരവുമുണ്ട്. സർക്കാർ അംഗീകൃത ഫീസിൽ BTech പ്രോഗ്രാമുകളിലേക്ക് ഈ വർഷം അഡ്മിഷൻ നടത്തി. നവംബർ 3 രാവിലെ 9:30 ബദിയടുക്ക മാനിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ക്യാമ്പസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഡോക്ടർ UT ഇഫ്തിഖാർ, MLA മാരായ NA നെല്ലിക്കുന്ന്, E ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, CH കുഞ്ഞമ്പു, M രാജഗോപാലൻ എന്നിവർ പങ്കെടുക്കും. കൂടാതെ സിൻഡിക്കേറ്റ് മെമ്പർമാരായ K സച്ചിൻ ദേവ് MLA, അഡ്വക്കേറ്റ് I സജു, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത B, കർണാടക മിനിമം വേജ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ TM ഷാഹിദ് തെക്കിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരാകും. ഈ വർഷം നമ്മൾ കാസർഗോഡ് ജില്ലയിലും പുതിയൊരു ക്യാമ്പസ് സ്ഥാപിക്കുകയാണ്. അതിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന 3-ാം തീയതി മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. മറ്റ് കാസർഗോഡ് ജില്ലയിലെ MLA-മാരും MP-യും എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യം പറയാനും പിന്നെ നിങ്ങളെല്ലാം അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിലവിൽ ഈ കാസർഗോഡ് ക്യാമ്പസിൽ പുതിയൊരു എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എമർജിംഗ് ടെക്നോളജി ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ആരംഭിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ് കോഴ്സുകളും ഉണ്ട്. വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസത്തിനായി കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾ സമീപ ജില്ലകളെയും അയൽ സംസ്ഥാനങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ ക്യാമ്പസ് വഴി ജില്ല അനുഭവിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലെ പോരായ്മ നികത്തുവാനാകുമെന്നും ഭാവിയിൽ മാനേജ്മെന്റ് കോഴ്സുകൾ ആരംഭിക്കുമെന്നും KMCT ഗ്രൂപ്പ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ K മൊയ്തു അറിയിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് അൻഷാദ് PY, ജിതിൻ VV, K മുഹമ്മദ് സാലിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പറക്കളായിൽ KNC, INC എന്നിവയുടെ അംഗീകാരമില്ലാതെ സ്വകാര്യ നഴ്സിംഗ് സ്കൂൾ പ്രവർത്തിക്കുന്നതായി പരാതി. വെൽഫെയർ അസോസിയേഷൻ ഫോർ പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ വാപ്സി പ്രസിഡന്റ് MK തോമസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഏജന്റുമാർ വഴിയും സാമൂഹിക മാധ്യമങ്ങളിൽ പരസ്യം നൽകിയുമാണ് സ്ഥാപനം ജനറൽ നഴ്സിംഗ് കോഴ്സിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതെന്ന് MK തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർണാടകയിലെ ചില സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇത്തരം നഴ്സിംഗ് സ്കൂളുകളിലേക്ക് പ്രവേശനം നടത്തുന്നതെന്നും വാർഷാന്ത്യ പരീക്ഷ സമയത്ത് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ബംഗളൂരുവിലേക്കും കർണാടകയിലെ മറ്റ് കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നതെന്നും MK തോമസ് വിശദീകരിച്ചു. കൃത്യമായ പ്രായോഗിക പരിശീലനം പോലും ലഭ്യമാകാതെയാണ് അധ്യയനം നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള അനധികൃത സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാവിയും പൊതുജനാരോഗ്യ സംവിധാനവും അപകടത്തിലാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ലഭ്യമായ വിവരങ്ങൾ ചേർത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പ്, KNC, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് വാക്സി പരാതി നൽകിയതായും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുവാൻ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നതായും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും തോമസ് ആവശ്യപ്പെട്ടു. എല്ലാവർക്കും അറിയാം നേഴ്സിംഗ് എന്താണെന്നും അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാം നമുക്കറിയാം. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വളർച്ച തന്നെ വിദേശ രാജ്യത്തു ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഇൻകം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് നമ്മുടെ നാട് ഈ കൊച്ചു കേരളം ഇത്രയധികം വളർന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മേഖലയിലാണ് ഇപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ശ്രദ്ധയിൽ വരാനായിട്ട് കാരണം ഒരു വാട്സപ്പിൽ വന്ന ഒരു പരസ്യമാണ്. ജനറൽ നഴ്സിംഗ് കേരളത്തിൽ പഠിക്കാം എന്ന് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു നമ്പറിൽ വിളിക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു വസ്തുത എന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ ഈ പറക്കളായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നത്. ഇന്നലെയാണ് ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം അതിദാരുണമായ ഒരു സംഭവമാണ് മനസ്സിലായത്. ഇവിടെ ഈ സ്ഥാപനത്തിന് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനത്തിന് കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമോ കേരള സർക്കാരിൻ്റെ അംഗീകാരമോ ഇല്ലാത്തതാണ്. പക്ഷേ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാംഗ്ലൂർ, കർണാടകയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുടെയും അഡ്മിഷനാണ് ഈ പിള്ളേരെ ഇവിടെ എടുപ്പിച്ചിട്ട് ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്നത്. എന്നാൽ പഠനകേന്ദ്രം എന്ന നിലയിലാണ് ഇവിടെ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് നഴ്സിംഗ് സ്കൂൾ നടത്തിപ്പുകാർ പറയുന്നത്. കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകുന്നതെന്നും കർണാടക അംഗീകൃത ഫീസ് മാത്രമാണ് ഈടാക്കുന്നതെന്നും നടത്തിപ്പുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു. പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ സന്ദേശവും പ്രദർശിപ്പിച്ചു. വെസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ മനസ്സിലുള്ള എല്ലാ മോഹങ്ങളും പൂവണിയണമെന്നില്ല. അതിന് സാമ്പത്തികം മാത്രമല്ല, അതിൻ്റെ കാലഘട്ടം, അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരുടെ സമയക്കുറവുണ്ടാവാം, അതേ തരത്തിലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവാം. എങ്കിലും ഈ ഭരണസമിതിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞതാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കാനിരിക്കുന്ന ഒരു മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ കോട്ടകൾ മാത്രമേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുകയുള്ളൂ. എങ്കിലും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്, ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഈ ഭരണസമിതി ചെയ്തു കഴിഞ്ഞു. ചടങ്ങിൽ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനവും നടന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. മോളിക്കുട്ടി പോൾ അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അന്നമ്മ മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK തങ്കച്ചൻ, വാർഡ് മെമ്പർമാരായ ET ജോസ്, CP സുരേഷൻ, CDS ചെയർപേഴ്സൺ സൗദാമിനി വിജയൻ, TV രാജീവൻ, ലില്ലിക്കുട്ടി ഡെന്നീസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു. പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ സന്ദേശവും പ്രദർശിപ്പിച്ചു.
അസിസ്റ്റന്റ് സെക്രട്ടറി KP സന്തോഷ് കുമാർ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ VV രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കള്ളാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ ഭേദമന്യേയുള്ള കൂട്ടായ്മകളാണ് നാടിന്റെ വികസനത്തിന് ആധാരമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഒരു നാടിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ കൂട്ടായ്മയിലൂടെ മാത്രമേ സാധിക്കൂ. വികേന്ദ്രീകൃത ജനാധിപത്യം സാധ്യമായതോടുകൂടി വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായെന്നും ജനാധിപത്യത്തിന്റെ ശില്പികളായ ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് നാടിന്റെ വികസനത്തിന് അത്യാവശ്യമാണെന്നും MP കൂട്ടിച്ചേർത്തു. ഒരു പഞ്ചായത്തിന്റെ വികസനം എന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശാക്തീകരണം ഉൾപ്പെടെ സമസ്ത മേഖലകളിലും വികാസം സാധ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് കാര്യസാധ്യതയ്ക്ക് വേണ്ടി പോകേണ്ട കാര്യമില്ല. അധികാരം വികേന്ദ്രീകരിച്ചു. വികേന്ദ്രീകൃത ജനാധിപത്യം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കി. പക്ഷെ അതിന് ഒരുപാട് വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആസൂത്രണത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് പല പല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. 1934 വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെ വികസനത്തെക്കുറിച്ച്, സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ച് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൽ വിശ്വേശ്വരയ്യ വളരെ സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിനോജ് ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ C രേഖ, ശ്രീലത, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ P ഗീത, സന്തോഷ് V ചാക്കോ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ചന്ദ്രശേഖരൻ, H വിഘ്നേശ്വര ഭട്ട്, കാർത്യായനി, ത്രേസ്യാമ്മ, രാധാമണി, വ്യാപാര വ്യവസായ ഏകോപന സമിതി മേഖലാ പ്രസിഡന്റ് അഷ്റഫ് മാലക്കല്ല്, പ്രസ് ഫോറം പ്രസിഡന്റ് PK ഗണേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി സ്വാഗതവും സെക്രട്ടറി A പ്രേമ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിന്റെ വികസന രേഖ ചടങ്ങിൽ MP പ്രകാശനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. FCTO ഉദുമ മേഖലാ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥ ബോവിക്കാനത്ത് നിന്നും പ്രയാണം ആരംഭിച്ചു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ K രാഘവന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നടപടികൾ അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വർഗീയതയെ ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി FCTO ഉദുമ മേഖലാ കമ്മിറ്റി 3 ദിവസങ്ങളിലായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥ ബോവിക്കാനത്തു നിന്നും പ്രയാണം ആരംഭിച്ചു. മുൻ MLA KP സതീഷ് ചന്ദ്രൻ ജാഥ ക്യാപ്റ്റൻ K രാഘവന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിന് മുമ്പിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ജനകീയ മാതൃകയാണ്. അതിനെന്താ കാരണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നടന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ നവോത്ഥാന ദേശീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പൈതൃകം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കവികളും സാഹിത്യകാരന്മാരും എല്ലാവരും ചേർന്ന് കേരളത്തിൽ ഒരു 30 മുതൽ നടത്തിയ പോരാട്ടങ്ങൾ അതിന് മുമ്പേ വന്നു കേട്ടോ. ഇപ്പൊ കുമാരനാശാന്റെ കവിതയുടെ 100ാം വാർഷികം.
വൈസ് ക്യാപ്റ്റൻ കെ രാജീവൻ, മാനേജർ വി വിജേഷ്, KGOA ജില്ലാ സെക്രട്ടറി KV രാഘവൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം NK ലസിത, B വിഷ്ണുബാല, M മാധവൻ, P മിനി എന്നിവർ സംസാരിച്ചു. PD രതീഷ് സ്വാഗതവും B രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കുറ്റിക്കോളിൽ നിന്നും ആരംഭിച്ച ജാഥ പള്ളത്തിങ്കാൽ മുന്നാട് കാഞ്ഞിരത്തിങ്കാൽ കുണ്ടംകുഴിക്ക് ശേഷം മരുതടുക്കത്ത് സമാപിച്ചു. 31-ന് മേൽപ്പറമ്പിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ പള്ളിക്കരയിൽ സമാപിക്കും. സമാപനം CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. FCTO കാസർഗോഡ് മേഖല കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ E പത്മാവതി കാൽനട ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, വർഗീയതയെ ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി FCTO കാസർഗോഡ് മേഖലാ കമ്മിറ്റി വ്യാഴാഴ്ച മുതൽ 3 ദിവസങ്ങളിലായി കാസർഗോഡ് മേഖലയിൽ സംഘടിപ്പിക്കുന്ന കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ E പത്മാവതി കാൽനട ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തെ 2 പ്രദേശങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. അതൊന്ന് ചൈന എന്ന് പറയുന്ന രാജ്യമാണ്, മറ്റൊന്ന് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള ഈ കേരളമാണ്. അതാണ് അതിദാരിദ്ര്യമുക്തത്തിന്റെ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ കേരളം ആ രീതിയിൽ മാതൃകയാവാൻ പോകുന്നു. ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നോക്കൂ. അമേരിക്കൻ ശിശുമരണ നിരക്ക് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 5.6 കേരളത്തിലെ നിരക്ക് എത്രയാണ്? 5. നമ്മൾ പറയുന്ന കണക്കല്ല, ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ്. എങ്ങനെയാണ് 5ലേക്ക് എത്തിച്ചേർന്നത്? കേരളത്തിലെ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V ചന്ദ്രൻ ക്യാപ്റ്റനായും NGOU ജില്ലാ വൈസ് പ്രസിഡന്റ് AV റീന വൈസ് ക്യാപ്റ്റനായും AKGCT ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദീപ K മാനേജരായും പ്രയാണം നടത്തുന്ന ജാഥ വ്യാഴാഴ്ച ചൌക്കിയിൽ നിന്നും ആരംഭിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. 31-ന് ബദിയടുക്കയിൽ നിന്നും ആരംഭിച്ച് ചെർക്കളയിൽ സമാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ V ചന്ദ്രൻ, കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV ശരത്, CITU ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ, KSTA ജില്ലാ സെക്രട്ടറി T പ്രകാശൻ, AKGCT ജില്ലാ സെക്രട്ടറി ഡോക്ടർ ആസിഫ് ഇക്ബാൽ, PSCU ജില്ലാ സെക്രട്ടറി PV ബാബു, മേഖലാ കൺവീനർ KG പ്രതീഷ്, മേഖലാ ചെയർമാൻ K മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ജയരാജൻ PC സ്വാഗതവും A ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതിയായ തയ്യാറെടുപ്പും കൂടിയാലോചനയുമില്ലാതെയാണ് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന തീരുമാനമെന്നാരോപിച്ച് LDF മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ജനകീയ കൂടിച്ചേരൽ ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയാക്കി പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കുവാനാണ് കേന്ദ്ര സർക്കാർ നീക്കമിടുന്നതെന്നാരോപിച്ചു LDF മണ്ഡലം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചു. മതിയായ തയ്യാറെടുപ്പും കൂടിയാലോചനയുമില്ലാതെയാണ് വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നീക്കമെന്നാരോപിച്ച് നടത്തിയ പ്രതിഷേധ സദസ്സുകളിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ജനകീയ കൂടിച്ചേരൽ ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 1950 നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ 324-ാം വകുപ്പാണ്. അംബേദ്കറിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 അതിൽ പറയുന്നതാണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. എന്തിന്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ, ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാൻ, കേന്ദ്രത്തിലെയും പാർലമെന്റിന്റെയും സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ. സംസ്ഥാനത്തല്ല, പാർലമെന്റിലെയും
അസംബ്ലിയിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാന കമ്മീഷൻ വേറെയുണ്ട്, ത്രിതല പഞ്ചായത്തിന് വേറെയുണ്ട്. ഇത് ഭരണഘടനയിലുള്ളതാ. എന്താ പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്, എക്സിക്യൂട്ടീവിന് അതിന്റെ മുകളിൽ യാതൊരു അധികാരമില്ല. ഭരണഘടന പറഞ്ഞു അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്. സുബൈർ പടുപ്പ് അധ്യക്ഷത വഹിച്ചു. ടി കൃഷ്ണൻ, കെ എ മുഹമ്മദ് ഹനീഫ, ടി എം എ കരീം, വി രാജൻ, വി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. എം അനന്തൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലും ജനകീയ കൂടിച്ചേരലുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന വളണ്ടിയർ ക്യാമ്പിന് തുടക്കമായി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ സിറ്റി അഹമ്മദ് അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പൂക്കോയ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന വളണ്ടിയർ ക്യാമ്പിന് തുടക്കമായി. ഹോട്ടൽ സിറ്റി ടവറിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ സിറ്റി അഹമ്മദ് അലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ മേഖലയിൽ സമർപ്പിത സേവനങ്ങളുമായി സജീവമായ PTH പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും PTH കാസർഗോഡ് മണ്ഡലം ചെയർമാനുമായ PM മുനീർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി സ്വാഗതം പറഞ്ഞു. PTH കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ രണ്ടാമത്തെ വളണ്ടിയർ പരിശീലന ക്യാമ്പാണ് നടന്നുവരുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സേവന താൽപ്പര്യമുള്ള വളണ്ടിയർമാരെ സജ്ജരാക്കുക എന്നതാണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാന്ത്വന പരിചരണ മേഖലയിൽ പ്രശംസനീയ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന PTHന് കീഴിൽ സംസ്ഥാനമൊട്ടാകെ 50ഓളം യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. 107ാമത്തെ ക്യാമ്പാണ് ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്. പരിപാടിയിൽ മുസ്ലിം ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി TM ഇക്ബാൽ, ട്രഷറർ KB കുഞ്ഞാമുഹാജി, സെക്രട്ടറി KA അബ്ദുല്ല കുഞ്ഞി, ജലീൽ കോയ, ഇക്ബാൽ ചേരൂർ, സിദ്ദിഖ് ബേക്കൽ, കബീർ ചെർക്കള, AP ഷംസുദ്ദീൻ, സിദ്ദിഖ് ചക്കര, ഹബീബ് ചെട്ടുംകുഴി, ബി ഫാത്തിമ ഇബ്രാഹിം, ഹമീദ് മഞ്ഞമ്പാറ, നൈമുന്നിസ, ഷാഹിദ, മൂസ ബാസിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കൃഷിഭവന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ 2020-21 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച 20 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച മഞ്ചേശ്വരം കൃഷിഭവന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകർക്കുള്ള സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനായി ഈ കൃഷിഭവനിൽ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് കൂടി അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വിഭാഗമായി നോക്കുകയാണെങ്കിൽ കണക്ക് കൂട്ടാമെങ്കിലും രണ്ടു കൂട്ടരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. കൃഷി ചെയ്യാത്തവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. ഞാൻ തെളിച്ചു പറയാം, നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുക. 95% ഭക്ഷണവും കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൃഷി ഇല്ലാണ്ട് ലോകം മുമ്പോട്ട് പോവുകയില്ല. ആരായാലും ഇനി അപൂർവമായി ആരെങ്കിലും ഏതെങ്കിലും വനത്തിലോ അല്ല മറ്റും സാധാരണയായി സ്വാഭാവികമായി ഉണ്ടാവുന്ന ചെടികളിൽ നിന്ന് ഒന്നും നട്ടു വളർത്താതെ ഉണ്ടാവുന്ന ചെടികളിൽ നിന്ന് പഴമോ എല്ലാം എടുത്ത് കഴിച്ചോ കായ്കൾ കഴിച്ചോ വെള്ളം കുടിച്ചോ ജീവിക്കുന്നവരുണ്ടായേക്കാം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ 99.9% ലോകത്തെ മനുഷ്യനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം കൃഷിയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവരുടെ ഭക്ഷണത്തിന്റെ 95% കൃഷി ചെയ്ത്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ആത്മാ കാസർഗോഡ് സംഘടിപ്പിച്ച കിസാൻ ഗോഷ്ഠി പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി R ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു C കുള്ളൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റുക്കിയ സിദ്ദിഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി, മറ്റ് വാർഡ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. കാസർഗോഡ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ രാഘവേന്ദ്ര P സ്വാഗതവും കൃഷി ഓഫീസർ ചന്ദന നന്ദിയും പറഞ്ഞു. ആത്മാ പ്രൊജക്ട് ഡയറക്ടർ K ആനന്ദ, മഞ്ചേശ്വരം ഇൻചാർജ് അസിസ്റ്റന്റ് ഡയറക്ടർ അരുണപ്രസാദ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് മതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി മഞ്ചേശ്വരം ബ്ലോക്കിലെ വിവിധ കർഷക കൂട്ടായ്മകളുടെയും കേരള പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം, സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 1 മുതൽ 6 വരെ നടക്കുന്ന കലോത്സവത്തിലെ 288 ഇനങ്ങളിൽ 6000-ൽ പരം വിദ്യാർത്ഥികളാണ് മാറ്റുരക്കുവാനായി എത്തുക. കൗമാര കലാമേളയുടെ ഒരുക്കങ്ങൾ വിവിധ വേദികളിൽ പൂർത്തിയായി കഴിഞ്ഞു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച സ്കൂളിൽ രജിസ്ട്രേഷനും നടന്നു. ഹരിതചട്ടം പാലിച്ച് നടക്കുന്ന കലോത്സവ നഗരിയിലെ ഉപയോഗത്തിനാവശ്യമായ ഓലക്കൊട്ടകൾ ഹരിത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെടഞ്ഞെടുത്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും സംഘാടക സമിതി അംഗങ്ങളും ചേർന്നാണ് ഓലക്കൊട്ടകൾ മെടഞ്ഞത്. കലോത്സവത്തിലെ സ്റ്റേജ് തര മത്സരങ്ങൾ നവംബർ 1 രാവിലെ മുതൽ 5 വേദികളിലായി നടക്കും. നവംബർ 3 വൈകുന്നേരം 3 മണിക്ക് എം രാജഗോപാലൻ MLA കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട്, സിനിമാ താരം ചിത്ര നായർ തുടങ്ങിയവർ പങ്കെടുക്കും. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും എല്ലാ ദിവസവും ഭക്ഷണം നൽകും. നവംബർ 6 സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താനി MP ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ഗസൽ ഗായകൻ അലോഷ്യ ആത്തം, സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ എന്നിവർ പങ്കെടുക്കും. സ്കൂൾ മൈതാനം, ഓഡിറ്റോറിയം, വിഷ്ണുമൂർത്തി ക്ഷേത്ര ഓഡിറ്റോറിയം ഉൾപ്പെടെ സാഹിത്യ സാംസ്കാരിക നായകരുടെ നാമധേയത്തിലുള്ള 10 മത്സര വേദികൾ ഇതിനകം ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ദിനങ്ങളിലായി 288 ഇനങ്ങളിലായി 6000-ൽ പരം വിദ്യാർത്ഥികൾ മാറ്റുരക്കുവാനായി എത്തും. സ്കൂൾ മത്സരം നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിക്കുകയും തുടർന്നുള്ള സബ് കമ്മിറ്റി വളരെ നല്ല രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ കൺവീനർ സൂചിപ്പിച്ചതുപോലെ നവംബർ 1 മുതൽ 6 വരെയാണ് നമ്മുടെ കലോത്സവം നടത്തപ്പെടുന്നത്. ആയിരക്കണക്കിന് കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഓഫീസിലടക്കം വരുന്നൊരു പരിപാടിയാണ്. ഇതിൻ്റെ നല്ല വിജയത്തിന് ആവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്നറിയാം. അതൊന്ന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടനം നവംബർ 3 തീയതിയാണ് നടത്തപ്പെടുന്നത്. സമാപനം 6 തീയതിയാണ്. ബഹുമാനപ്പെട്ട MLAയും MPയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വിശിഷ്ട വ്യക്തികൾ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അടക്കമുള്ളവരാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അത് വളരെ നല്ല രീതിയിലുള്ള വിജയത്തിന് ആവശ്യമായിട്ടുള്ള സംഘാടക സമിതി അധ്യക്ഷ CV പ്രമീള, ജനറൽ കൺവീനർ ഡോക്ടർ T ഗീത, ട്രഷറർ രമേശൻ പുന്നത്തിരിയൻ, പ്രധാനാധ്യാപകൻ K കൃഷ്ണൻ, PTA പ്രസിഡന്റ് MKV രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത്, K ശശി, M രാജൻ, പ്രദീപ് കൃഷ്ണൻ, M മോഹനൻ, M ദേവദാസ്, ബീന രമേശ്, K ഫൗസിയ, ഉദിനൂർ സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനം നടന്നു. പൊതുസമ്മേളനം കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന് രാവിലെ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് സണ്ണി ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. രാവിലെ നടന്ന പൊതുസമ്മേളനം കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സുകുനൈര്യ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനത്തിൽ 2025-26 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റായി വാമൻകുമാർ, വൈസ് പ്രസിഡന്റായി സുബ്രഹ്മണ്യ, സെക്രട്ടറിയായി സരിത യെല്ലോറ, ജോയിന്റ് സെക്രട്ടറിയായി ഗണേഷ് റായ്, ട്രഷററായി അജിത് കുമാർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഗൾഫ് നാടുകളിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. നെല്ലിക്കുന്ന് MLA, ദുബായ് നെല്ലിക്കുന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് കോളങ്കരയ്ക്ക് പ്രചാരണ പതിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസ് പ്രചാരണത്തിന് ഗൾഫ് നാടുകളിൽ തുടക്കം കുറിച്ചു. ദുബായ് സബ്കാ ദൈറ റോയൽ പാരീസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ നെല്ലിക്കുന്ന് MLA, ദുബായ് നെല്ലിക്കുന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് കോളങ്കരയ്ക്ക് പ്രചാരണ പതിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ദുബായ് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞാമു തൈവളപ്പ്, സമീർ SBK, തസ്ലീം ബെൽക്കാട്, നിയാസ് കൊട്ടിക, അസ്ലം ബീച്ച് റോഡ്, അസ്ലം കാസി ഈസ്റ്റ്, മുഹമ്മദ് കുഞ്ഞി, മുനീർ ബെൽക്കാട്, ഹമീദ് സീറു, റഷീദ് ബെൽക്കാട്, ജാസ് വാസ്ക്, ഇബ്രാഹിം തൈവളപ്പ്, റിഷാദ് കൊപ്പൽ, സമീർ ബെൽക്കാട്, ഹനീഫ് ബീച്ച്, ലത്തീഫ് വെൽവിറ്റ്, മസൂദ് PM, മജീദ് മുഖിൽ, നാസിർ ഗാലക്സി, ഫവാസ് എന്നിവർ സംസാരിച്ചു. ഉറൂസ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗം അസ്ലം തായൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗൽപാടി പഞ്ചായത്തിൽപ്പെട്ട 14-ാം വാർഡ് വളയം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു.
മംഗൽപാടി പഞ്ചായത്തിൽപ്പെട്ട 14-ാം വാർഡ് വളയം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം മെമ്പർ ബീബിയുടെ സാന്നിധ്യത്തിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഭരണകാലയളവ് അവസാനിക്കുവാറാകുമ്പോൾ ഈ പഞ്ചായത്ത് ഭരണസമിതി 8 റോഡുകളുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിടുന്ന അവസ്ഥയ്ക്ക് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച് പരിഹാരം കാണുകയും ചെയ്തു. പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിലേക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. ജനങ്ങൾക്കായി മെമ്പർ എന്ന രീതിയിൽ ഇത്തരത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് 16-ാം വാർഡ് മെമ്പർ ബീബി പറഞ്ഞു. ഞാൻ 14-ാം വാർഡ് മെമ്പർ ബി ഫാത്തിമ അബൂബക്കറാണ് എൻ്റെ പേര്. ഞാൻ 2020 മുതൽ 2025 വരെയുള്ള എൻ്റെ വാർഡിൽപ്പെട്ട റോഡ് വർക്കുകളും ഏകദേശമെല്ലാം എനിക്ക് കഴിയുന്ന പരിമിതി സഹായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അതുമല്ലാതെ നിരവധി റോഡുകളുടെ ഫണ്ടുകൾ വെച്ച് പണി പൂർത്തീകരിച്ച ഒരു വാർഡും കൂടെയാണ് ഈ 14-ാം വാർഡ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാനത്തൂരിൽ വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായെ കൊന്നുതിന്നു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. PM ശ്രീ പദ്ധതി പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കുവാനാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെ തേടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. കേരളപ്പിറവിക്ക് മുൻപ് പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ മറ്റുദ്ദേശങ്ങളില്ലെന്നും മന്ത്രി. കാസർഗോഡ് കുമ്പളയിൽ 1 മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് പിതാവ് പോലീസ് കസ്റ്റഡിയിൽ. വെസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പ്രസിഡന്റ് ഗിരിജ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ളവരെ അനുമോദിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം, സംസ്കൃതോത്സവം, അറബിക് സാഹിത്യോത്സവം ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.